അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ നമസ്കാരങ്ങളൊക്കെ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറയാൻ പോകുന്ന ഈ ദിക്ർ നിങ്ങൾ ഈ നമസ്കാരത്തിന് ശേഷം ഒരു 17 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അല്ലാഹു കബൂൽ ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. അത്ര മഹത്വമുള്ള നമസ്കാരവും അത്ര മഹത്വമുള്ള ദിക്റുമാണ്. ഇത് രണ്ടും നമുക്ക് പരിചയപ്പെടണം. ഒരുപാട് ആവശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അല്ലാഹു അതെല്ലാം പടച്ചവൻ നിറവേറ്റി തരുമാറാകട്ടെ. ഒരുപാട് വിഷമങ്ങളുള്ളവരുണ്ട്, പ്രയാസങ്ങളുള്ളവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലി നോക്കുക. അല്ലാഹു വലിയ വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. കാരുണ്യവാനായ റബ്ബ് വലിയ വിജയം നിങ്ങൾക്ക് നൽകുന്നതാണ് മുഅ്മിനീങ്ങളെ. അപ്പൊ നമുക്ക് നമസ്കാരം ഒന്ന് പരിചയപ്പെടാം. അതുപോലെ ദിക്ർ നമുക്കൊന്ന് പരിചയപ്പെടാം. ദുഹാ നമസ്കാരം എന്ന് പറഞ്ഞാൽ എത്ര പ്രതിഫലവും പോരിശയും എത്ര പറഞ്ഞാലും തീരാത്ത ഒരു അമലാണ്. എത്ര പറഞ്ഞാലും ദുഹാ നമസ്കാരത്തിന്റെ പോരിശയും പ്രതിഫലം തീരുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബഹി നമസ്കാരം ജമാഅത്തായി, സൂറത്ത് പറയുന്നു, സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുകയും അവിടെ തന്നെ ഇരുന്നിട്ട് ദിക്റോ സലാത്തോ ഖുർആൻ ഓതിയോ, ദിക്റോ സലാത്തോ ഖുർആൻ ഓതുകയോ, സൂര്യൻ ഉദിക്കുന്നത് വരെ കാത്തിരുന്ന് സൂര്യൻ ഉദിച്ചു ഒരു കുന്തത്തിന്റെ മുഴത്തോളം ഉയർന്നാൽ, അതായത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ദുഹാ നമസ്കരിക്കുകയും ചെയ്താൽ പരിപൂർണമായൊരു ഉംറ ചെയ്ത കൂലി നിങ്ങൾക്ക് അല്ലാഹു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞിട്ട് ഉത്തരവിധങ്ങൾ പറയുകയാണ്, സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിന്റെ മുഴത്തോളം ഉയർന്നാൽ, അതായത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ ദുഹാ നമസ്കരിക്കുകയും ചെയ്താൽ പരിപൂർണമായ ഒരു ഉംറ ചെയ്ത കൂലി അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത് നബിയുനാ റസൂലുള്ളാഹി. അതിന്റെ ശ്രേഷ്ഠത പറയുന്നത് കേട്ടോ മുഅ്മിനീങ്ങളെ. ഒരാള് നമുക്കറിയാം ഉംറ ചെയ്യാൻ പോയി, ഉംറ ചെയ്തൊരു കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് ദിക്റിലോ സലാത്തിലോ മുഴുകിയിട്ട് അത് കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ദുഹാ നമസ്കരിച്ചാൽ ഒരു ഉംറ ചെയ്ത കൂലി കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എന്റെ പരിശുദ്ധ കൂട്ടുകാരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, എല്ലാ അറബ് മാസങ്ങളിലും 13, 14, 15 ദിവസം, ഏതൊക്കെ ദിവസങ്ങളാണ്? എല്ലാ അറബ് മാസം 13, 14, 15 ദിവസങ്ങളിൽ നോമ്പ് നോൽക്കണമെന്നും ദുഹാ നമസ്കാരം മുടങ്ങാതെ നമസ്കരിക്കണമെന്നും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഇശാ നമസ്കാരം കഴിഞ്ഞാൽ വിത്ർ നമസ്കാരം കൂടി നമസ്കരിക്കണമെന്നും എന്നോട് എന്റെ പരിശുദ്ധ കൂട്ടുകാരനായ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചെന്ന് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമസ്കാരം വലിയ പൂരിശയുള്ള നമസ്കാരമാണ്. അതുപോലെ തന്നെ മനുഷ്യർക്ക് എന്തൊക്കെ വേദനകളാണ്, മുട്ടുവേദന, കാലുവേദന, ശരീരവേദന, വയറുവേദന, നെഞ്ചുവേദന, അങ്ങനെ പല വേദനകളാണ്. ഈ വേദനകൾക്കെല്ലാം മരുന്ന് കൂടിയാണ് ദുഹാ നമസ്കാരം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദേ മുട്ടിനൊക്കെ ഭയങ്കര വേദനയാണ്, ശരീരമൊക്കെ വല്ലാതെ വേദനിക്കുന്നു. മഹത്തുക്കളായ ആലിമീങ്ങൾ പറയുന്നു, ഈ നമസ്കാരം ദുഹാ നമസ്കാരം നിങ്ങൾ ചെയ്താൽ അല്ലാഹു നമസ്കാരത്തിന്റെ ബർക്കത്ത് കൊണ്ട് നിങ്ങളുടെ ശരീരവേദനകളൊക്കെ മാറ്റുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, അപ്പോൾ ദുഹാ നമസ്കാരം നിങ്ങൾ മുടക്കരുത്. ശരീരത്തിലുള്ള വേദനകളെ അല്ലാഹു മാറ്റുന്നതാണ്. അതുപോലെ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, പ്രഭാതമായാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരത്തിലെ കെണിപ്പുകൾ അതനുസരിച്ച് സദഖ കൊടുക്കണേ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നമ്മുടെ ശരീരത്തിൽ എത്ര ജോയിന്റുകൾ, എത്ര കെണിപ്പുകൾ ഉണ്ടെന്നറിയാമോ മുഅ്മിനീങ്ങളെ? 360 കെണിപ്പുകളുണ്ട്. നമ്മൾ റുകൂ സുജൂദ് ചെയ്യുമ്പോൾ എത്ര ജോയിന്റുകളാണ് വളയുന്നത്. നമ്മുടെ ശരീരത്തിൽ വേദനകൾ വരുമ്പോഴേ നമ്മൾ വേദനകളില്ലാതെ റുകൂ ചെയ്ത് ആ ഒരവസ്ഥ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അങ്ങനെയല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വേദന വന്നാൽ നമ്മളിങ്ങനെ കരുതി, പടച്ചോനെ ഇത് വേദനയില്ലായിരുന്നപ്പോൾ ഞാൻ എത്ര മനോഹരമായി നിസ്കരിച്ചു, അല്ലാഹ് ഞാൻ എത്ര മനോഹരമായി നടന്നുപോയി, അല്ലാഹ് ഞാൻ എത്ര മനോഹരമായി ജോലി ചെയ്തു, അല്ലാഹ്. ആ വേദന വരുമ്പോൾ മാത്രമേ നമുക്ക് ആ ഭാഗത്ത് വില മനസ്സിലാവുകയുള്ളൂ. അപ്പൊ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിലുള്ള ജോയിന്റുകൾ 360 ജോയിന്റുകൾക്ക് ഓരോ ജോയിന്റിനും നിങ്ങൾ സദഖ ചെയ്യണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ ജോയിന്റുകൾക്ക് അനുസരിച്ച്
നേരം പുലർന്നാൽ 360 വെച്ച് ചെയ്യണേ. സഹാബാക്കൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മൾ പലർക്കും അതിന് കഴിയില്ലല്ലോ നബിയേ. അല്ലാഹു റസൂലിനോട് പറയാ, നബിയേ 360 കിടപ്പുകൾ അതനുസരിച്ച് സദഖ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിലില്ലല്ലോ, അത് ഞങ്ങളുടെ കയ്യിലില്ലല്ലോ നബിയേ. സഹാബാക്കൾ പറയുകയാണ്, അതിന് ഞങ്ങൾക്ക് കഴിയില്ലല്ലോ നബിയേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഓരോ തസ്ബീഹും തഹ്ലീലും സദഖയാണ്, ഓരോ നന്മ പറയുന്നതും സദഖയാണ്, ഒരു തിന്മ ചെയ്യരുതെന്ന് പറയുന്നത് സദഖയാണ്. ഇതിനെല്ലാം പകരം നിങ്ങൾ ചെയ്യുന്ന സദഖയ്ക്ക് പകരം മതിയാകുന്ന ഒരു കാര്യമുണ്ട്. 2 റക്അത്ത് ദുഹാ നമസ്കാരം 360 കിടപ്പുകൾക്കുള്ള സദഖയ്ക്ക് തുല്യമാണ് ദുഹാ നമസ്കാരം. അപ്പോൾ ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് 15 ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന് 15 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ആ നമസ്കാരം നമസ്കരിക്കാം. അപ്പോൾ ആ നമസ്കാരത്തിന്റെ സമയം നമ്മൾ മനസ്സിലാക്കി, അതിന്റെ കൂലി നമ്മൾ മനസ്സിലാക്കി. സൂര്യൻ ഉദിച്ചൊരു 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് നമസ്കരിക്കാം. ആ സമയം മുതൽ നമുക്ക് തുടങ്ങി ളുഹർ നമസ്കരിക്കുന്നതിന് ഒരു 15 മിനിറ്റ് മുമ്പ് വരെ നമുക്ക് ളുഹ നമസ്കരിക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അത്ര ശ്രേഷ്ഠതയുള്ള നമസ്കാരമാണ് ളുഹ നമസ്കാരം. അപ്പോൾ ഈ നമസ്കാരം നമുക്ക് എത്ര റക്അത്ത് വരെ നമുക്ക് നമസ്കരിക്കാം? ഈ നമസ്കാരത്തിന്റെ കൂടിയ റക്അത്ത് 12 റക്അത്താണ്. മധ്യനിരപാട് 8 റക്അത്താണ്. കുറഞ്ഞത് 2 റക്അത്തെങ്കിലും നിങ്ങൾ നമസ്കരിക്കണം. കുറഞ്ഞത് 2 റക്അത്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. ഈ നമസ്കാരത്തിന്റെ നിയ്യത്ത് 2 റക്അത്ത് ദുഹാ നമസ്കാരം ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൊണ്ട് അതായ അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞ് കൈകെട്ടുക, എന്നിട്ട് വജ്ഹത്ത് ഓതുക. എന്നിട്ട് സാധാരണ നിസ്കരിക്കുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വീട്ടുക. ഇതാണ് നമസ്കാരത്തിന്റെ ഒരു ചെറിയ രൂപം. അപ്പൊ ഈ നമസ്കാരത്തിന്റെ രൂപം പരിചയപ്പെടുത്തുകയും അതിന്റെ ശ്രേഷ്ഠതകളും ഇത്രയും പോർച്ചയാക്കപ്പെട്ട ദുഹാ നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം ഒരാൾ ഈ പറയുന്ന ദിക്ർ 17 പ്രാവശ്യം ചൊല്ലിയാൽ അവിടെയാണ് നമ്മുടെ വിഷയം. അല്ലാഹു നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുന്നതാണ്. രോഗമുള്ളവരോട് അല്ലാഹു രോഗം ശിഫയാക്കും. ഈ മഹത്തായ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ട് കടമുള്ളവരോട്, ജോലിയില്ലാത്തവരോട്, ഭവനമില്ലാത്തവരുണ്ട്, മക്കൾക്കൊക്കെ വിവാഹപ്രായം എത്തി നിൽക്കുന്നവരുണ്ട്, അതുപോലെ വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട്, ദാരിദ്ര്യത്തിൽ കുടുങ്ങപ്പെട്ടവരോട്, തൊഴിലില്ലാത്തവരോട്, അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ള മുഅ്മിനീങ്ങളും അല്ലാഹു നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ മേഖലയിൽ വലിയ വിജയം നൽകപ്പെടാൻ, റഹ്മാനായ റബ്ബ് വലിയ വിജയം നൽകപ്പെടാനുള്ള ഒരു മഹത്തായ അമലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത്രയും പോർച്ചയാക്കപ്പെട്ട ദുഹാ നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം ഒരാൾ ഈ പറയുന്ന ദിക്ർ 17 വട്ടം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ എത്ര പ്രാവശ്യമാണ്? 17 വട്ടം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ പ്രയാസ പ്രതിസന്ധികൾ അല്ലാഹു മാറ്റിക്കൊടുക്കുന്നതാണ്. അല്ലാഹു അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും. അവന്റെ പ്രശ്നങ്ങൾ അല്ലാഹു തീർത്തു കൊടുക്കും. ഊരാ കുടുക്കിൽപ്പെട്ട് കള്ളക്കേസിൽ കുടുങ്ങിയവരുടെ കേസിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. ഏതാണ് ആ മഹത്തായ ദിക്ർ? നമ്മൾ നോക്കാം. ഇത്രയും പോർച്ചകൾ നിറഞ്ഞ ആ മഹത്തായ ദിക്ർ ഏതാണ് നമുക്ക് നോക്കാം. رب اغفر لي وارحمني وتب علي إنك أنت التواب الرحيم. رب اغفر لي وارحمني وتب علي إنك أنت التواب الرحيم. رب اغفر لي وارحمني وتب علي إنك أنت التواب الرحيم. رب اغفر لي وارحمني وتب علي إنك أنت التواب الرحيم. رب اغفر لي وارحمني وتب علي إنك أنت التواب الرحيم. رب اغفر لي وارحمني وتب علي ഇന്നക അൻത തവ്വാബുർ റഹീം. ഈ മഹത്തായ ദിക്റാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ എങ്ങനെയാണ് ചൊല്ലേണ്ടിയുള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞ നമസ്കാരം, ദുഹാ നമസ്കാരം, പരിശുദ്ധമാക്കപ്പെട്ട ദുഹാ നമസ്കാരത്തിന് ശേഷം പരിശുദ്ധമാക്കപ്പെട്ട ദുഹാ നമസ്കാരത്തിന് ശേഷം 17 വട്ടം പറഞ്ഞിട്ട് ദുആ ചെയ്താൽ പ്രയാസ പ്രതിസന്ധികളൊക്കെ അല്ലാഹു നമുക്ക് മാറ്റി തരുന്ന ഒരു മഹത്തായ ദിക്റാണ്. അപ്പോൾ 17 വട്ടം പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാവുന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ഈ പറഞ്ഞ പ്രതിഫലങ്ങളെല്ലാം അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. വലിയ വലിയ ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നതാണ്. അല്ലാഹുവേ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. ഐശ്വര്യ സമ്പൂർണ്ണമായ ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്.
അല്ലാഹുവേ റഹ്മാനായ റബ്ബേ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് നീ ഐശ്വര്യങ്ങൾ നിലനിർത്തണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങൾ പലരും ശരീരവേദനകളും പല രോഗങ്ങളുള്ളവരാണ്. എല്ലാ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടി തരണേ അല്ലാഹ്. അല്ലാഹുവേ ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. പടച്ചവനെ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയൊക്കെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും ആക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങൾക്ക് പലർക്കും ഭവനമില്ലാത്തവരാണ്, നീ ഭവനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവനെ. അർഹമർ റഹീമീനായ റബ്ബേ എല്ലാവിധ ഐശ്വര്യങ്ങളും നീ ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ലാഹ്. ഖൈറുകൾ ധാരാളം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളുടെ പണികൾ നടക്കുകയാണ് റബ്ബേ, പെട്ടെന്ന് നീ പൂർത്തിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലിയിൽ ഞങ്ങളുടെ കച്ചവടത്തിലും അല്ലാഹു എല്ലാത്തിനും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ദാരിദ്ര്യം എന്ന മഹാവിപത്ത് ഞങ്ങളിൽ നീ തട്ടി നീക്കണേ അല്ലാഹ്. കള്ളക്കേസുകൾ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. സമ്പത്തിന്റെ വഴികൾ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ അവരെ കാക്കണേ അല്ലാഹ്. ചതിയന്മാരുടെ ചതികളിൽ നിന്ന്, വഞ്ചകന്മാരുടെ വഞ്ചനയിൽ നിന്നും, അസൂയാലുക്കളുടെ അസൂയയിൽ നിന്നും, മാരണക്കാരുടെ മാരണത്തിൽ നിന്നും, കൂടോത്രത്തിൽ നിന്നും, കള്ളന്മാരുടെ ശത്രുക്കളിൽ നിന്നും, അക്രമികളുടെ അക്രമത്തിൽ നിന്നെല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളോട് ദിക്ർ ചെല്ലുന്ന മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും എല്ലാവരെയും നീ കാക്കണേ പടച്ചവനെ. ആയിരാരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഖൈറിന്റെ വഴികൾ വിശാലമാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ മക്കളെയൊക്കെ അല്ലാഹു ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കുമെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാഹ്. പടച്ചവനെ ഞങ്ങളുടെ ദുആ സ്വീകരിക്കണേ അല്ലാഹ്. ആകാശത്ത് ഇറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നതുമായ സർവ്വ ആപത്തുകളെ തൊട്ടും വിപത്തുകളെ തൊട്ടും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ഞങ്ങളുടെ മക്കൾ എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.